എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ തരുന്നത്. അത് വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രവും അതിൻ്റെ പ്രാധാന്യവും അവിടുത്തെയുള്ള പാപനാശനത്തിൻ്റെ സ്നാനവും അവിടെയുള്ള പിതൃക്കൾക്കുള്ള ബലിതർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നത്. സർവ്വബാധാദോഷങ്ങളും ആവാഹിക്കുന്ന ഒരു ശക്തിമത്തായൊരു മൂർത്തിയാണ് തിരുനെല്ലി പെരുമാൾ എന്ന തിരുനെല്ലി മഹാവിഷ്ണു. അവിടെ ബ്രഹ്മാവാണ് ഈ പ്രതിഷ്ഠ അവിടെ നടത്തിയെന്നാണ് ഐതിഹ്യം. അവിടെയുള്ള വയനാട് ഒരുപാട് നെല്ലിമരങ്ങളുണ്ട്. അവിടെയുള്ള നെല്ലിമരത്തിൽ ബ്രഹ്മാവ് പ്രത്യക്ഷനായതുകൊണ്ടാണ് തിരുനെല്ലി എന്ന പേര് വന്നത്. ഇത് ത്രേതായുഗത്തിലുള്ള ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുത. ഈ ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഒരു കാനനപാതയുണ്ട്. അതുപോലെ തന്നെ പഞ്ചപാണ്ഡവർ, ശ്രീരാമൻ, അവിടെ പഞ്ചപാണ്ഡവർ, ശ്രീരാമൻ, പരശുരാമൻ എന്നിവർ പിതൃതർപ്പണം നടത്തിയ സ്ഥലവും കൂടിയാണ്. ശ്രീരാമൻ പിതൃതർപ്പണം നടത്തിയ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പാദമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അവിടെ ശിലയിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി പഴക്കമേറിയ ഒരു ക്ഷേത്രമാണ്, അതിപുരാതനമായൊരു ക്ഷേത്രം. പക്ഷേ പലർക്കും അതിൻ്റെ കംപ്ലീറ്റായിട്ടുള്ള വസ്തുതകൾ പൂർണ്ണമായിട്ടും അറിയില്ല. അതായത് നമ്മൾ പറയില്ലേ വിഷ്ണുപാദം പൂകി എന്ന് പറയില്ലേ, വിഷ്ണുപാദം എന്ന കല്ല് നമ്മുടെ പാപനാശനത്തിൻ്റെ അടുത്ത് അതിൻ്റെ പാദം അവിടെ കാണാൻ വേണ്ടി കഴിയും. അവിടെ പൂജ ചെയ്യുന്ന താന്ത്രികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കാണിച്ചു തരും. അവിടെയാണ് ശ്രീരാമൻ തർപ്പണം നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല ആൾക്കാർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, ചിലർക്ക് എല്ലാം ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവില്ല. ചില വീടുകളിൽ എത്രയൊക്കെ ചില പ്രത്യേക വാസ്തു ഉള്ള വീടുകൾക്കൊക്കെ എന്തൊക്കെ ചെയ്താലും അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലാം ഉണ്ടാവും, അവിടെ എപ്പോഴും ഒരു അലങ്കോലപ്പെട്ട അവസ്ഥയായിരിക്കും. ഒരു ഗൃഹമെന്ന് പറഞ്ഞാൽ ഒരു മനസ്സമാധാനത്തോടെ ഒന്ന് ഇരിക്കാൻ കഴിയുക, ഉള്ള ഭക്ഷണം കഴിച്ച് അല്പം മനസ്സമാധാനത്തോടെ ഇരിക്കാൻ. ചില വീടുകളിൽ അത് എത്ര ഉണ്ടെങ്കിലും അത് കഴിയില്ല. എന്തെങ്കിലും ഒരു കാരണം, ചിലപ്പോൾ ആ വീട്ടിലൊരു സന്തതിയുടെ എന്തെങ്കിലും അരിഷ്ടതയായിരിക്കാം, ഒരു സ്ത്രീയുടെ വിവാഹകാര്യമായി എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു എന്തെങ്കിലും ഒരു അലോസരം, കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉള്ള പല ആൾക്കാരും നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് തഞ്ചാവൂർ ജ്യോതിഷത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ തഞ്ചാവൂർ ജ്യോതിഷത്തിലെ വിശകലനം, നമ്മുടെ ഹസ്തരേഖ വിശകലനം, അതുപോലെ തന്നെ സാംഖ്യ ജ്യോതിഷ പ്രകാരമുള്ള വിശകലനം, അതുപോലെ തന്നെ ജാതകത്തിലെ വിശകലനം. ഈ ജാതകത്തിലെ വിശകലനത്തിൽ അവർ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട രീതി, നമ്മളുടെ ഓരോ മനുഷ്യനായി ജനിക്കുന്ന ഒരു പൂർവ്വജന്മ ഒരു പാപകർമ്മത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യനായി ജനിക്കുന്നു. എന്നിരുന്നാലും ആ പാപം മാത്രം അനുഭവിക്കാനുള്ള ഓരോ ജന്മങ്ങളും നല്ലതും ചീത്തയും എല്ലാ ജാതകങ്ങളിലും ഉണ്ടാവും. നമ്മളുടെ ജന്മത്തിന് ഹേതുവായിട്ടൊരു പാപകർമ്മമുണ്ട് ഓരോ വ്യക്തിയുടെയും. നല്ല ജനിച്ചുകൊണ്ടല്ല ഒരു മനുഷ്യജന്മത്തിൻ്റെ കാരണം തന്നെ ഒരു പാപകർമ്മമാണ്. അങ്ങനെ നമ്മൾ ജനിച്ച് ഈ ഭൂമിയിൽ നിന്ന് യാത്ര ഒരു ദോഷം അനുഭവിച്ച് തീർത്തിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ആ പാട്ട് പാടിയൊക്കെ ഡാൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. അപ്പോൾ നമ്മുടെ ജാതകത്തിലെ ഗുളികൻ നിൽക്കുന്ന രാശി ഏതാണോ ആ രാശിയെ കൊണ്ടാണ് നമ്മൾ അതിൻ്റെ പൂർവ്വജന്മമായിട്ടുള്ള കാര്യത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഗുളികൻ എന്ന് വെച്ചാൽ ഒരു പ്രേതബന്ധം. ഗുളികൻ എന്ന് വെച്ചാൽ മറ്റൊന്നും തന്നെയല്ല, നമ്മുടെ ജന്മത്തിന് കാരണമായ ഒരു പ്രേതബന്ധമാണത്. അത് നമ്മുടെ 3, 5, 9 തുടങ്ങിയ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ട ഭാവങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ടിരുമ്പോൾ സ്ത്രീ ശാപമായിട്ട്, ശുക്രനായിട്ട് ബന്ധപ്പെട്ട സ്ത്രീ ശാപമായിട്ടൊക്കെ വരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മൂലകാരണം പൂർവികമായിട്ടുള്ള ഇത്തരം ദോഷങ്ങൾ. അപ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന ഇത്തരം പൂർവികമായിട്ടുള്ള നമ്മളൊരു പാപകർമ്മം ചെയ്യുമ്പോൾ നമ്മളുടെ 7 തലമുറയിലേക്ക്, സന്തതി പരമ്പരയിലേക്ക് അത് പകർന്നു കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് വന്നതായിരിക്കും ഇതൊക്കെ. നമ്മൾ ചിലപ്പോൾ ഒരിക്കലും അറിയാത്ത തലമുറകളിൽ നിന്നൊക്കെ പകർന്നു വന്നതായിരിക്കാം. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ സമാധാനമില്ലാത്ത വീടുകൾ, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമാധാനമില്ലാത്ത വീടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഓരോരോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ കാരണം അറിയാത്ത കുറേ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാനിതൊക്കെ അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് നമ്മൾക്ക് ഇപ്പോൾ തിരുനെല്ലിയിലെ ബലിയുടെ പ്രത്യേകത. 7 തലമുറയിൽപ്പെട്ട നമ്മൾ സാധാരണ ബലിയിടുന്ന പോലെയല്ല. നമ്മളുടെ അച്ഛൻ, നമ്മളുടെ അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ സഹോദരി, അച്ഛൻ്റെ സഹോദരൻ, അച്ഛൻ്റെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ അമ്മ, അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ സഹോദരൻ, അമ്മയുടെ സഹോദരി, അങ്ങനെ നമ്മളുടെ സഹോദരൻ, ഈ ബലിയിടുന്ന ആളുടെ സഹോദരൻ, ബലിയിടുന്ന ആളുടെ സഹോദരി, ബലിയിടുന്ന ആളുടെ
അങ്ങനെ എല്ലാ തരത്തിലും വലിയൊരുന്നാളുടെ ഭാര്യ, അങ്ങനെ എല്ലാം നമ്മുടെ ബന്ധങ്ങളുടെ ആ നെറ്റ്വർക്ക് മുഴുവൻ അവിടെ ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞിട്ടാണ് ബലിയിടുന്നത്. അങ്ങനെ ഈ അവസാനം 7 തലമുറയിൽപ്പെട്ട എന്തെങ്കിലും ആൾക്കാർക്ക് ഉള്ള സമർപ്പണമായിട്ടും നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ അവർ ചത്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള, പിന്നെ അത്തരം ആത്മാക്കൾ നമ്മളുടെ ഇതായിട്ടുണ്ടെങ്കിൽ അത്രയും ആത്മാക്കളെയും ഏതെങ്കിലും തരത്തിൽ നമ്മൾ മറന്നുപോയിട്ടുള്ളവരും പൂർവികമായിട്ട് എല്ലാവരെയും തിരുനെല്ലി പെരുമാളുടെ നടയിൽ സമർപ്പിച്ചിട്ടാണ് ആ ബലി. ആ എല്ലാ ആത്മാക്കളെ ആവാഹിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ നടത്തുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ. നമ്മൾ ആദ്യം ഈ ബലിയിടാൻ അവിടെ പ്രധാനപ്പെട്ട വഴിപാട് ബലിയിടൽ മാത്രമാണ്, മറ്റൊന്നും അവിടെ ചെയ്യാറില്ല. നമ്മളവിടെ ചെല്ലുന്ന എല്ലാവരും ഒരു ബലിയിടാനുള്ള ചീട്ടെടുക്കുക, ചീട്ടെടുത്തതിന് ശേഷം ദർശിച്ച് പോരുകയും ചെയ്യാം വെറുതെ, പക്ഷേ പൊതുവിൽ പോകുന്ന ബലിയിടാനാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ചീട്ടെടുത്തതിന് ശേഷം അവിടെ നടയിലൊരു പ്രാർത്ഥനയുണ്ട്. ഒരു കാർമ്മികനെ ചൊല്ലി തരും. നമ്മൾ എല്ലാ ബാധാദോഷങ്ങളെയും തിരുനെല്ലി പെരുമാളിൻ്റെ നടയിൽ സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞ് സാഷ്ടാംഗ നമസ്കാരം, പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരം, സ്ത്രീകൾ കുമ്പിട്ട് നമസ്കാരം ചെയ്തിട്ട് കാണിക്കയിട്ടതിന് ശേഷമാണ് പാപനാശനത്തിലേക്ക് ആ ബലിസാധനങ്ങളായിട്ട് പോകുന്നത്. ആ ബലിസാധനങ്ങളായിട്ട് പോയി ആ ബലിയിട്ട് അവിടെ വളരെ വിശദമായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 10-20 മിനിറ്റ് എടുക്കുന്ന ഒരു വളരെ വിശദമായ ഇതാണ്. അവിടെയുള്ള കാർമ്മികനോട് ബ്രാഹ്മണൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. ശ്രീരാമൻ ബലിയിട്ട വിഷ്ണുപാദവും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, അത് ചോദിക്കണമെന്ന് മാത്രം. അങ്ങനെ ചോദിച്ചു ദക്ഷിണയും കൊടുത്ത് നമ്മൾ ഇതെല്ലാം പാപനാശനത്തിൽ ഒഴുക്കി തിരിച്ച് വന്ന് ആവുന്നതിലാണ് തിരുനെല്ലി പെരുമാളിനെ ദർശിക്കുന്നത്. അപ്പോൾ ഈ എന്തെങ്കിലും തരത്തിലുള്ള ശക്തമായിട്ടുള്ള ബാധദോഷങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ആൾരൂപം കൂടി സമർപ്പിക്കാൻ വേണ്ടി അവിടെ തരും. ആ ആൾരൂപം അവിടെ ബലിയിട്ടതിന് ശേഷം കഴുകിയെടുക്കുക. പാപനാശനത്തിൽ ആ ആൾരൂപം തിരുനെല്ലി പെരുമാളിൻ്റെ നടയിൽ വെച്ചിരിക്കുന്ന ഒരു ഉരുളിയിൽ സമർപ്പിച്ച് പോന്നാൽ നിങ്ങളുടെ ഇത്തരം എന്തെന്നറിയാത്ത കുറച്ച് ദുരിതങ്ങളുമായിട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാർക്ക് ഒരു വലിയ ഒരു ആശ്വാസമായിരിക്കും അത്. നമ്മളുടെ അത്തരം ഒരു ദുരിതങ്ങളിൽ നിന്ന് എന്ത് തന്നെ അറിയാത്ത കുറേ നമ്മളെപ്പോഴും പിടിച്ചുലയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവില്ലേ ജീവിതത്തിൽ, അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നുള്ളൊരു മോചനമാണ് ആ ബലി. അത് അവിടെ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിട്ടാണ് ശ്രീരാമൻ പരശുരാമനൊക്കെ വന്നുപോയതിൻ്റെ രേഖകളോടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അത്രയും പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. നമുക്ക് ഗൂഗിൾ വിക്കിപീഡിയയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. എന്നാൽ വായിച്ച് നോക്കുക. അത് വിഷ്ണുപാദം എന്ന് പറയുന്ന കല്ല്, അവിടെയാണ് നമ്മൾ ഈ പാപനാശനം, നമ്മുടെ ഈ കഴിഞ്ഞ മുജ്ജന്മങ്ങളിലെ പാപനാശനത്തിന് ഏറ്റവും നല്ലത് സ്ഥലമാണ് തിരുനെല്ലി. അപ്പോൾ അവിടെ പോയി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ തന്നെ ദേവസ്വത്തിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട്. വളരെ തുച്ഛമായ രീതിയിലുള്ള റൂമുകളൊക്കെ അവൈലബിൾ ആണ്. സന്ധ്യയ്ക്ക് മുമ്പായിട്ട് അവിടെ ഫോറസ്റ്റ് ഏരിയയിൽ കുറച്ച് താമസിച്ചാണ് അവിടെ താമസിച്ച് കഴിഞ്ഞാൽ അവിടെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ബസ് സർവീസ് കുറവായിരിക്കും. അവിടെ കുറച്ച് നേരത്തെ ആയിട്ട് പോയി താമസിച്ച് റൂമെടുത്ത് താമസിച്ച് പിറ്റേ ദിവസം ഇടാൻ വേണ്ടി ശ്രമിക്കുക ബലിയിടാം. അല്ലെങ്കിൽ രാവിലെ എത്തി 11 മണി വരെ ബലിയിടാം. ഒരു 9-10 മണിക്ക് അവിടെ എത്തിയാലും സുഖമായി ബലിയിട്ട് പോരാം. 80 രൂപയാണ് ബലിയിടുന്നതിന്. അതുപോലെ തന്നെ രൂപ ആണെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ പൈസ കൊടുത്ത് ചെയ്യേണ്ടി വരും. വളരെ തുച്ഛമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ഒരു വളരെ ഫലപ്രദമായൊരു കാര്യമാണ്. നമ്മൾ അതിനെപ്പറ്റിയിട്ട് ആരോടും ചോദിക്കുകയൊന്നും വേണ്ട. നമുക്കിങ്ങനെയുള്ള ബാധാദോഷങ്ങളും അതുപോലെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അറിയാത്ത അസ്വസ്ഥതകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇത് പോയി ചെയ്യാവുന്നതാണ് ഈ ബലി. അതിട്ട് നമ്മുടെ തലമുറകളിലെ എല്ലാ ദോഷവും നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ വർഷാവർഷം ബലി ഇടുന്നതാണെങ്കിൽ കൂടി, അതുപോലെ തന്നെ വാവിനൊക്കെ ബലി ഇടുന്നതാണെങ്കിൽ കൂടി ഇത് ചെയ്യാവുന്നതാണ്. നമ്മൾ പോയി അറിയാത്ത കുറേ ദോഷങ്ങൾ ജാതകത്തിലുണ്ടാവും. അത് ഈ ഗുളികനെ കൊണ്ടാണ് ചിന്തിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറി നമുക്കൊരു ഐശ്വര്യം, സമാധാനമാണ് ഏറ്റവും വലുത്. സമാധാനപരമായൊരു ജീവിതം നയിക്കുന്നതിന് ഈ ഒരു പാപനാശനത്തിലെ സ്നാനവും, നമ്മൾ പാപനാശനത്തിൽ 3 തവണ മുങ്ങിയിട്ടാണ് ഈറിനോടെയാണ് ബലിയിടേണ്ടത്. അതിനുശേഷം നമ്മൾ വസ്ത്രം മാറുമെന്ന് ദർശിക്കാം, അവിടെ ആൾരൂപം സമർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ മറ്റ് നിർദ്ദേശങ്ങളൊക്കെ അവർ തരും. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ നേരെ റെസീറ്റ് എടുത്ത് അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അവർ കൃത്യമായിട്ട് തരും. അങ്ങനെ അധികം തിരക്കില്ലാത്തൊരു ഇതാണ്. വിഷുക്കണിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട, വിഷുവാണ് ഉത്സവം. വിഷുക്കണി അവിടുത്തെ വലിയ പ്രധാനിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തിരുനെല്ലി പെരുമാൾ വളരെ ശക്തിമത്തായൊരു മൂർത്തിയാണ്. അപ്പോൾ അവിടെ ദർശിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സർവ്വ ദുരിതങ്ങളും മാറി സമാധാനം നിറഞ്ഞൊരു ജീവിതം, ശാന്തിയും നിറഞ്ഞൊരു ജീവിതം നമുക്ക് അതിന് ശേഷം ഉണ്ടാവും. അത് നമ്മളിത് അറിയുന്നത് തന്നെ, ഇങ്ങനൊരു അതിനെപ്പറ്റി അറിയുന്നത് തന്നെ നമ്മുടെ സമയത്തിൻ്റെ ആയിരിക്കും. ഞാൻ മറ്റ് വീഡിയോകളിൽ പറയുന്നത് പോലെ നമ്മൾ മുജ്ജന്മ പാപകർമ്മങ്ങൾ അനുഭവിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അറിവ് നമ്മളിലേക്ക് എത്തില്ല ആ സമയമാവാതെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദർശിക്കേണ്ട ചില ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം തിരുവാതിര ചോദിച്ച് അതേ നക്ഷത്രക്കാരൊക്കെ പാമ്മേക്കാട് നഗര ക്ഷേത്രവും അതുപോലെ കുംഭകോണം രാഹു സ്ഥലമൊക്കെ ദർശിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പോയാൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. കൂടുതൽ ജനിക്കുന്ന ആൾക്കാർക്ക് സർപ്പസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ പൊതുവിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ നക്ഷത്രത്തിൽ ജനിക്കുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ചൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പോയി ദർശിച്ച് ഈ ബലിയിട്ട് വരാവുന്നതാണ്. നമ്മുടെ കുടുംബത്തിനും ഒക്കെ നമുക്കും ഒരു മനഃശാന്തി, കുടുംബത്തിനും ഐശ്വര്യപ്രദമായിരിക്കും. അവിടെ പ്രസാദമൊക്കെ അതിന് ശേഷം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കെല്ലാം ഈ വിവരം വളരെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്രയും പ്രാധാന്യമുണ്ടെന്ന് ഒന്നുകൂടി പറയുന്നു. പാപനാശനത്തിൻ്റെ സാധനം നമ്മുടെ പരശുരാമൻ, ശ്രീരാമൻ, പഞ്ചപാണ്ഡവരൊക്കെ വന്ന് പോയതിൻ്റെ രേഖകൾ അവിടെയുണ്ട്. നമുക്ക് അതൊക്കെ ആ ശിലകളിൽ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും. അവിടെ പോയാലേ അതിൻ്റെ പെരുമ, തിരുനെല്ലി പെരുമാളുടെ പെരുമ നേരിൽ പോയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഇതിനോടൊപ്പം ചേർക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പോകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വിവരം ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും, സമാധാനവും ശാന്തിയും നിറഞ്ഞൊരു ജീവിതം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.